വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോയാണ്. അപ്പോൾ ഇന്നത്തെ കറി വൻപയർ കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള വൻപയറാണ്. അത് നമുക്ക് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ വെള്ളവും ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലൊക്കെ മതി കേട്ടോ. കുക്കർ അനുസരിച്ചായിരിക്കും കേട്ടോ. ഇനി ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളക്, ഞാൻ അവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ടൊന്ന് വായിച്ചെടുക്കാം. ഉപ്പ് ഞാൻ ഇടുന്നില്ല, കാരണം ഉപ്പിട്ടിട്ടാണ് വൻപയർ വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് അവസാനം നോക്കിയിട്ട് ചെയ്യാം. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റായാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ 2 മസാല മാത്രം മതി. നമുക്കിതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൻപയറില്ലേ, അത് അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പ് നോക്കി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വൻപയർ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങാപ്പാലും ചേർക്കുന്നില്ല, തേങ്ങ അരച്ചും ചേർക്കുന്നില്ല. കാരണം ഇത് പുട്ടിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പുട്ടിൽ തേങ്ങ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനിതിൽ തേങ്ങാപ്പാലും തേങ്ങ അരച്ചോ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൻപയർ കറി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.